നമ്മുടെ ലാലേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഭയങ്കര ടേസ്റ്റിയും അതേപോലെ തന്നെ ഭയങ്കര ഈസിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് വേണ്ടത്. എനിക്കൊരു പാതി പഴുപ്പെത്തിയ ഏത്തപ്പഴമാണ് കിട്ടിയത്. ബട്ട് ഇതുപോലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നന്നായി പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയനെ. അപ്പോൾ നമ്മുടെ വാഴപ്പഴം ഞാൻ ആ കാണിച്ചതുപോലെ നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ വാഴപ്പഴം മൊത്തമായിട്ട് നമ്മൾ ആ നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് ഫ്രൈ ആക്കണമെന്നില്ല, ജസ്റ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. പലപ്പോഴും നമുക്ക് പല മധുരങ്ങളും ചെക്കിടിക്കുന്നതായിട്ട് തോന്നും, അതായത് മടുത്തു പോകുന്നത് പോലെ തോന്നാറുണ്ട്. പക്ഷെ ഈ ഒരു സ്വീറ്റ് നമുക്ക് ഒട്ടും മടിക്കില്ല, നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. അത്ര ടേസ്റ്റിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്, കാരണം ഇത് അത്ര ഈസിയാണ്, അത്ര ടേസ്റ്റിയാണ്. സോ നമ്മുടെ വാഴപ്പഴം മൊത്തമായിട്ട് നമ്മൾ നെയ്യിൽ തിരിച്ചു മറിച്ചു ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഈ വാഴപ്പഴത്തിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഉരുകുന്നതാണ് അതിന്റെ പാകം എന്ന് പറയുന്നത്. ഈ കാണുന്നത് പോലെ വാഴപ്പഴം നന്നായിട്ട് ഉരുകി വന്ന് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എത്രത്തോളം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആണ്. കാരണം നമ്മൾ ഈ സ്വീറ്റിന്റെ ഫൈനൽ സ്റ്റേജിൽ ഈ തേങ്ങയൊക്കെ കഴിക്കുമ്പോൾ വേറെന്തോ സാധനം കഴിക്കുന്നത് പോലെ ഉണ്ടാവും. സോ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ ഇത് ഏത്തപ്പഴമാണോ ശർക്കരയാണോ തേങ്ങയാണോ എന്നൊക്കെ നമുക്ക് സംശയം വന്നു പോകും. കാരണം അത്ര ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്, നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു സ്വീറ്റിനുള്ളത്. സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ശർക്കരയിൽ ചേർന്ന് പിടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് വാനില ഐസ്ക്രീം ആണ്. അതിന്റെ ഒരു 2 സ്കൂപ്പും കൂടെ ഈ ഏത്തപ്പഴത്തിന്റെ മുകളിലേക്ക് നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട് സലാഡ് അല്ലാതെ ഐസ്ക്രീമിന്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കോംബോ ആയിട്ട് ഗുലാബ് ജാമുൻ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചതിന് ശേഷം ഇനി ഗുലാബ് ജാമുൻ അല്ല, ഇത് മാത്രമാണ് ഐസ്ക്രീമിന്റെ കൂടെ ചേരുന്ന ഒരു സ്വീറ്റ് എന്ന് പറയുന്നത്. സംഭവം അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് ഞാൻ പറയും. ടേസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം ഇത്രയും ബിൽഡപ്പ് കൊടുത്തോണ്ടിരുന്നത്. ഇത് വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഇത് ഹെൽത്തിയാണ്. കാരണം ശർക്കരയും തേങ്ങയും ഏത്തപ്പഴവും അതേപോലെ തന്നെ നെയ്യും ഒക്കെ ഇട്ടിട്ട് ഹെൽത്തി ആയിട്ടൊരു സ്നാക്ക് കൂടെയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്